ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നാഗാലാൻഡ് തുൾസി മാർക്കിലോട്ടാണ്. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുവാണ്. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ച് വണ്ടിക്കകത്ത് കയറി പോവാണ്. ഇതാണ് വഴി. ദിമാപൂർ നാഗ തുൾസി മാർക്കിലോട്ടാണ് പോകുന്നത്. ഇതാണ് തുടക്കം. ഇതാണ് അവരുടെ ഓർഗാനിക് റൈസും പച്ചക്കറിയാണ് ഇവിടെ ഉള്ളത്. മൊത്തം ഓർഗാനിക്കാണ്. അവർ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വടയാണ്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ തവളയാണിത്. ഞാൻ മുമ്പേ പറഞ്ഞ സാധനമാണ്. പിന്നെ ഇതൊക്കെ അവരുടെ സ്വീറ്റ്സ് ഒക്കെയാണ്. ഇത് പിന്നെ ഇവരുടെ ഫേമസ് പുഴുവും കടന്തലുമാണ്. ഇവർ ഫ്രീ ആയിട്ട് പച്ചയ്ക്ക് വേണമെങ്കിലും തിന്നോളും. പിന്നെ ഇവർ കൈവച്ചുണ്ടാക്കുന്ന ചൂലൊക്കെയാണിത്. പിന്നെ ഇവിടുത്തെ ആൻറ്റിമാർ അവരുടെ സ്വന്തം കൈവച്ചുണ്ടാക്കുന്ന ബാസ്ക്കറ്റൊക്കെയാണിത്. സുമി എന്ന് പറയുന്നൊരു വില്ലേജാണ് അതിൻ്റെ അകത്തോട്ട് പോകുന്നത്. ഇതാണ് ഓർഗാനിക് വെജിറ്റബിൾ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കിട്ടുമ്പോൾ ഞാനൊരു പാനിപ്പൂരി ഇന്നുമാണ്. ഇവിടുത്തെ ഫേമസ് കാര്യം ഇപ്പം ഞാൻ കാണിച്ചത് പട്ടി. ഇവരൊക്കെ പട്ടിയൊക്കെ തിന്നും. ഇതാണ് പട്ടി. ഇതാണ് എൻ്റെ ടീച്ചേഴ്സ്. ഇത് ഇവിടുത്തെ ഫേമസ് പച്ചക്കറിയാണ് ഇലയുടെ. ഇതാണ് തവള. ഇത് പിന്നെ ആപ്പിൾ. അതൊക്കെയാണ്. ഞാൻ ഇപ്പോഴും പാനിപ്പൂരി ഒന്നും എടുക്കില്ല, തീർത്തിട്ടാണ്. അപ്പം അങ്ങോട്ട് അകത്തോട്ട് പോകാം. ഇതാ ഞാൻ പറഞ്ഞ പച്ചക്കറി നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പച്ചക്കറിയാണ്. ഇതൊക്കെ ഇലയുടെ മുളയാണിത്. മുള ഇവരുടെ കൈവച്ച് തന്നെ ഉണ്ടാക്കുന്നത്. നത്തയ്ക്കാണത്. അകത്തോട്ട് പോകുമ്പോൾ ഞാൻ ഇനി വേറെ കാട്ടില്ല. മുള ഇതാണ് മുള. ഇതാണ് ബോക്സി മിർച്ച. ഇതെന്താ പച്ചക്കറിയാണ് മൊത്തം. ഇച്ചിരി ടൈപ്പ് പോയി. ഇതാണ് മുളക്. ഇതാണ് ഉണക്കമീൻ. കൊഞ്ചുണക്കമീനുണ്ട്, ചൂരയുണ്ട്. ഇവിടുത്തെ എന്തോ മീൻ ഇതൊക്കെ. ഇവിടെ ഒരു മാർക്കറ്റിൽ എല്ലാ ഐറ്റങ്ങളും തിന്നുന്ന സാധനം. പിന്നെ അങ്ങോട്ട് പോകുന്നത് ഇനി നമുക്ക് എന്തുവാ അതിന് ഷൂ അതൊക്കെ. ഞാൻ 2 കാർച്ചീഫ് മേടിച്ചിട്ടുണ്ടത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവര് 100 ഇറങ്ങി, ഞങ്ങള് 50 രൂപയ്ക്ക് മേടിച്ച്. ഭയങ്കര വലിയ കർച്ചീഫാണ്. നമുക്കുള്ളൂ കണ്ടോ, ഇത്രയും വലുതാണ്. ഞാൻ 2 എണ്ണം മേടിച്ച്. 2 എണ്ണം 50 രൂപയ്ക്ക്. ഇത് പിന്നെ ഇവിടുന്ന് ഞാൻ 9 എണ്ണം മേടിച്ചാണ്, ആ വെള്ള കളറിലെ. ബാഗ് കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ ഒരു സ്കൂളിൽ ഒരു ബാഗ് മേടിച്ചായിരുന്നു. എന്നാൽ ഇത് തേങ്ങ. പിന്നെ ഇതാണ് പച്ചക്കറി മേടിക്കുന്നത്. ഇവിടുത്തെ ഒരു ആൻറ്റിമാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇവിടെ പിന്നെ ജീൻസ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ഉടുപ്പാണ് ഇവിടെ ഒത്തിരി. ഇതാണ് കോക്കനട്ട്, ഉണങ്ങിയ കോക്കനട്ട്. പിന്നെ ഇതിലൊരു വട്ട എന്തൊരു ഇലയാണ്. ഇവര് ഞാൻ 2 ബുക്ക് മേടിച്ചായിരുന്നു. ഭയങ്കര വില കുറച്ചാണ് ഇവിടെ ആ ബുക്കൊക്കെ കിട്ടിയത്. ഒരെണ്ണത്തിന് 50 രൂപ കണ്ട് മാത്രം. കഷ്ടപ്പെട്ട് 2 ബുക്കിന് 50 രൂപയായിട്ട് ഞങ്ങൾ മേടിച്ചു. ഇതാണ് പിന്നെ ഒരു സ്വർണ്ണ കളറുള്ള ഒരു കമ്മലാണ്. അത് ഞാൻ ഒരെണ്ണം മേടിച്ചാണ്. ഇത് ഈ
ഈ നാട്ടിലെ ഓയിലാണ്, നമ്മുടെ നാട്ടിലെ പോലത്തെ ഓയിലാണ്. ഇതെന്ന വേറൊരു ഓയിലാണ്, മസ്റ്റൽ ഓയിൽ. ഇത് പിന്നെ നട്ട്സ് ആണ്. ഈ നാട്ടിൽ സീഡ്സും പറയും നട്ട്സും പറയും. ഇതാണ് പിന്നെ തുണി തയ്ക്കുന്ന. ഇതാണ് പിന്നെ സോപ്പ് വാഷിംഗ് സോപ്പാണ് തുണി കഴുകുന്നത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ മീൻ ഫിഷ് മാർക്കറ്റിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് മുളക്, അതൊക്കെ ഇതാണ് ഗ്രോസറി ഐറ്റംസ്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറാം. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത മീനാണ് ഇവിടെ മൊത്തം. ഇതൊക്കെയാണ് മീൻ. ഞങ്ങൾ അധികം കഴിക്കാറില്ല. നമ്മുടെ നാട്ടിലെ മീനാണ് അധികം ടേസ്റ്റ്. ഇതെല്ലാം പുഴ മീനാണ്. ഇവര് അവിടെ നിന്ന് വളർത്തിക്കൊണ്ട് കൊണ്ടുവരുന്നതാണ്. അവിടെ ഒരു കൊഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടുന്ന് ഒരു മുട്ട. ഇതൊക്കെയാണ് സാധാ പച്ചക്കറി കട. ഇവിടെ ഒത്തിരി സാധനങ്ങൾ കിട്ടും. സാധാ പച്ചക്കറി കടകളാണ് ഇവിടെ. ഇവരെ നാളെ ഇവിടെ കാണത്തില്ല. ഇവർ എപ്പോഴും ട്യൂസ്ഡേയിലേ കാണത്തുള്ളൂ. ഈ മാർക്കറ്റ് പേര് തന്നെ ട്യൂസ്ഡേ മാർക്കറ്റാണ്. ട്യൂസ്ഡേക്ക് ആ ഒരു ദിവസം മാത്രമേ കാണുള്ളൂ. ഇതാണ് 10 രൂപ ഇവിടെ ഇതാണ് സെക്കൻഡ് ഹാൻഡ് തുണി. ₹10 में। जी हाँ, सभी प्रकार की कॉस्मेटिक एवं ज्वेलरी आइटम मात्र ₹10 में। ₹10 में बॉम्बे का लाट ഇതാണ് ബാഗിന്റെ സെക്ഷൻ. ₹10 में हर महार में मक्का ₹10 में ₹10 में। ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാ. लिपस्टिक है ഇവിടെ മഴ വരുന്നുണ്ട്. ₹10 में। जी हाँ, मस्करा है ₹10 में। आईलाइनर है ₹10 में। पाउडर है ₹10 में। क्रीम है ₹10 में। മഴ വരുന്നോണ്ട് എല്ലാം പെരട്ടിട്ട് വേണം അവര്. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണ്. ഇതിൻ്റെ അകത്തോട്ട് പോയാൽ ഇഷ്ടംപോലെ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പാണ്. മഴ വരുന്നതുകൊണ്ട് അവർ തുണിക്കെല്ലാം വളരെ കുറച്ച് 10-20 രൂപയൊക്കെ ആക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടം. എല്ലാം കൂടെ എടുക്കാം. ഇതാണ് ഇതിലെ ബെത്തോത്തി അതൊക്കെ ഉള്ള കട. വില കുറവാ. എല്ലാം കൂടെ ഇടാച്ചാ. ഞാനൊരു പുളിയുടെ ഐസ്ക്രീം തിന്നുകൊണ്ട് തുടങ്ങാം. ഇതാണ് വാച്ചിൻ്റെ കട. ഞാൻ ഓടിപ്പോവാണ്. കമ്പനിൻ്റെ കടയും കൊണ്ടുണ്ട്. കമ്പനിൻ്റെ കട ഇതന്നെ കമ്പനി കട. ചെടിച്ചട്ടിയൊക്കെ ഇവിടുത്തെ ഫേമസ് ആണ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് പാത്രങ്ങൾ, ചട്ടി. അതൊക്കെ ഇവിടുന്ന് ഞാനൊരു ചട്ടി മേടിച്ചാണ്. അലൂമിനിയം പാത്രമാണ്. എനിക്ക് സ്കൂളിൻ്റെ ഷൂ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. ഇത് കണ്ടോ, ഈ മൂന്നാമതിരിക്കുന്ന ഒരു പ്ലേറ്റാണ് ഞങ്ങൾ മേടിച്ചത്. ഇതാണ് ഞാൻ മേടിക്കാൻ പോയ ഷൂ. എനിക്ക് സ്കൂളിന് വേണ്ടി വൈറ്റും ബ്ലാക്കും അങ്ങനെ ഇട്ട് വെക്കുവാണ്. ഒരെണ്ണം വെറും 100 രൂപയ്ക്ക് വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കരട്ടായിരുന്നു. അവർ 250 പറഞ്ഞത്.